എല്ലാവർക്കും നമസ്കാരം. തിരക്കുകൊണ്ട് പോയ മന്ത്രിമാർക്കും നാളെ മന്ത്രിമാരായി പോകാനിരിക്കുന്നവർക്കും എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് ഇവിടെ ഒരു നല്ല ദിവസമാണ്. കുറേ കാലമായിട്ട് കേരളത്തിലുള്ള നമുക്ക് നല്ല ദിവസങ്ങൾ കുറവാണ്. വൈകുന്നേരമായാൽ എത്ര പേരെ കൊന്നു, എത്ര പേരെ ചവിട്ടി, എത്ര പേരെ കുത്തി വെട്ടി അടിച്ചു എന്നൊക്കെയുള്ള കണക്കുകളാണ് നമുക്ക് കിട്ടാറ്. ഇന്ന് ഒരു മീഡിയ വൺ എന്ന ചാനലിൻ്റെ ഉദ്ഘാടനം നടന്നു എന്ന നല്ല വാർത്ത നമ്മെ സ്വാഗതം ചെയ്ത ഒരു ദിവസമാണ്. ഇങ്ങനെ ഒരു നല്ല വാർത്ത നമുക്ക് തന്നതിന് പ്രപഞ്ച സ്രഷ്ടാവിനോട് ആദ്യം നന്ദി പറയേണ്ടതുണ്ട്. ഈയിടെ ഒരാൾ എന്നോട് ചോദിച്ചു, ഈ ലോകം എങ്ങനെയാണ് ഇത്ര മോശമായത്, നമ്മളെന്താ ഇനി ചെയ്യുക എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഈ ലോകം ഇങ്ങനെയൊക്കെ ആക്കിയത് നിങ്ങളോ ഞാനോ അല്ലല്ലോ, പടച്ചതമ്പുരാനാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം അതിനൊരു വഴിയും കണ്ടിട്ടുണ്ടാവും. ആ വഴി എന്താണെന്ന് നമ്മൾ അന്വേഷിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ലോകം നന്നാക്കാനുള്ള വഴി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് പേരാണ് ഇങ്ങനെ ഒരു ചാനലിൻ്റെ പിന്നിലുള്ളത് എന്നുള്ളത് കൊണ്ട് നമുക്ക് ലോകം നന്നായി കിട്ടും എന്ന് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. ഈ വേദിയിൽ ആദ്യം കേട്ട ശബ്ദം ശ്രീ രാജീവിൻ്റെയാണ്. അത് വളരെ പ്രതീകാത്മകമാണ്. അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി, ഞാൻ സാറിൻ്റെ മകൻ്റെ സഹപാഠിയാണ് എന്ന്. അത്രയാണ് അദ്ദേഹത്തിൻ്റെ പ്രായം എന്നർത്ഥം. ഇവിടെ ചില സംശയങ്ങളൊക്കെ ചിലപ്പോൾ ഉന്നയിച്ച് കണ്ടു. ഇതിൻ്റെ ഭാവി എന്തായിരിക്കാം, ഇതെങ്ങനെ ഇരിക്കും? സംശയിക്കേണ്ട, ഇതിൻ്റെ ഭാവി നന്നായിരിക്കും. കാരണം ചെറുപ്പക്കാരുടെ കയ്യിലാണ്. ഒരുപാട് ഊർജമുള്ള, ഒരുപാട് ഉത്സാഹമുള്ള ആളുകൾ ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളത് തീർച്ചയാണ്. എവിടെയൊക്കെയാണോ ഉത്സാഹമുള്ളത്, എവിടെയാണോ ഊർജമുള്ളത്, എവിടെയാണോ അർപ്പണബോധമുള്ളത്, അവിടെയൊക്കെ വിജയമുണ്ട് എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട. മാധ്യമവുമായി കുറച്ചു കാലം ബന്ധപ്പെട്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു മഹാകാര്യം, അവിടെ ജോലി ചെയ്യുന്നവരെ ശമ്പളത്തിനല്ല ജോലി ചെയ്യുന്നത് എന്നുള്ളതാണ്. അവർ അർപ്പണബോധത്തോടുകൂടിയാണ് ജോലി ചെയ്യുന്നത്. അവർക്കിത് അവരുടെ വീടാണ്, ജീവിതമാണ്, ആത്മാവാണ്, ഈശ്വരനാണ്, എല്ലാമാണ്. അങ്ങനെ ഒരു സ്ഥാപനത്തിന് പുരോഗതിയല്ലാതെ അധോഗതി ഉണ്ടാകാൻ ഒരു മാർഗവുമില്ല. ഇപ്പം നമ്മുടെ സർക്കാരിൻ്റെ കാര്യം ഒന്ന് എടുത്തു നോക്കൂ. സർക്കാർ ഉദ്യോഗസ്ഥന്മാരോട് ആരോടെങ്കിലും ചോദിച്ചാൽ അവർക്ക് ഈ അർപ്പണബോധത്തിൻ്റെ ഒരംശമെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആത്മാർത്ഥതയുള്ളവർ പറയില്ല എന്ന്. നമ്മുടെ നാട്ടിലെ മിക്ക സ്ഥാപനങ്ങളിലെയും ജീവനക്കാരുടെ കഥ ഇതുതന്നെയാണ്. പക്ഷേ മാധ്യമത്തിലെ ആളുകൾക്ക് അവരുടെ പത്രത്തെ, സ്ഥാപനത്തെ സ്നേഹമുണ്ട്, വിശ്വാസമുണ്ട്, അതിൽ അർപ്പണബോധമുണ്ട്, അതിനോട് പ്രതിജ്ഞാബദ്ധതയുണ്ട് എന്നുള്ളത് കൊണ്ട് എനിക്ക് ഒരു സംശയവുമില്ല, ഇത് നേരെയാവാതിരിക്കാൻ ഒരു വഴിയില്ല. ഒരു സംശയം ആർക്കും വേണ്ട. പിന്നെ വാർത്തയുടെ കാര്യത്തിൽ നിഷ്പക്ഷത എന്നൊരു സംഗതിയില്ല എന്ന് പത്രപ്രവർത്തകരായ, മാധ്യമപ്രവർത്തകരായ എല്ലാവർക്കും അറിയാം. ഒരു വാർത്ത എന്നോട് നിങ്ങൾ ആരെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളോട് ഞാൻ ആരോടെങ്കിലും എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെന്ന് ചോദിച്ചാൽ നമ്മൾ പറയുന്ന മറുപടി എന്തായിരിക്കും? നമ്മൾ ഏതാനും കാര്യങ്ങൾ പറയും. ആ പറയുന്ന കാര്യങ്ങൾ മാത്രമാണോ നാട്ടിലുണ്ടായിട്ടുള്ളത്? അല്ലല്ലോ. അപ്പോൾ പിന്നെ ഈ കാര്യങ്ങൾ മാത്രം പറയാൻ എന്താ കാരണം? പറയുന്ന എനിക്ക് അതിലുള്ള താല്പര്യം, കേൾക്കുന്ന നിങ്ങൾക്ക് അതിൽ ഉണ്ടായിരിക്കാം എന്ന് ഞാൻ കരുതുന്ന താല്പര്യം. ഈ രണ്ട് താല്പര്യങ്ങളാണ് ഈ ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് ഏതാനും കാര്യങ്ങൾ തിരഞ്ഞെടുക്കാൻ എന്നെയോ നിങ്ങളെയോ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യം. അങ്ങനെ വരുമ്പോൾ ഈ തിരഞ്ഞെടുപ്പിൻ്റെ പിന്നിൽ ഒരു പക്ഷമുണ്ട് എന്നർത്ഥം. പക്ഷേ ഈ പക്ഷം ലോകത്തിൻ്റെ പക്ഷമാണോ, എൻ്റെ സ്വന്തം പക്ഷമാണോ, സ്വാർത്ഥത്തിൻ്റെ പക്ഷമാണോ, അതോ വലിയ മനുഷ്യത്വത്തിൻ്റെ പ്രശ്നമാണോ? ഈ വലിയ മനുഷ്യത്വം എന്ന് പറയുമ്പോൾ ചെറിയ മനുഷ്യത്വത്തിൽ നിന്ന് വ്യത്യാസമുണ്ട്. നമ്മൾ ആദ്യം കൊച്ചി ഉണ്ടായി, പിന്നെ ഗ്രേറ്റർ കൊച്ചി ഉണ്ടായി, ആദ്യം മുംബൈ ഉണ്ടായി, പിന്നെ ഗ്രേറ്റർ മുംബൈ ഉണ്ടായി എന്ന് പറഞ്ഞതുപോലെ ആദ്യം മനുഷ്യത്വമുണ്ടായി, പിന്നെ ഗ്രേറ്റർ മനുഷ്യത്വം ഉണ്ടാവേണ്ടിയിരിക്കുകയാണ്. ഈ ഗ്രേറ്റർ മനുഷ്യത്വം എന്ന് പറയുന്നത് ചക്രവാളത്തിൻ്റെ പരിധി വർദ്ധിച്ച ഒരു മനുഷ്യത്വമാണ്. അതായത് നീതിബോധത്തിൻ്റെ മനുഷ്യത്വം ആണ്.
നമ്മൾ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിൻ്റെ പുറകിലുള്ള നീതിബോധമാണ് ഏറ്റവും വലിയ കാര്യം എന്നർത്ഥം. ആ നീതിബോധം അന്യൂനമാവുന്നിടത്ത് ഈ വാർത്ത പ്രസക്തമാവുകയാണ്. അങ്ങനെയാണ് വാർത്ത പ്രസക്തമാവുന്നത്. അങ്ങനെ പ്രസക്തമാവുന്ന വാർത്തയ്ക്കാണ് വാർത്താ മൂല്യം ഉള്ളത്. അല്ലാതെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന വാർത്ത എനിക്ക് പറഞ്ഞു തരുന്ന ആൾ എൻ്റെ ഗുണകാംക്ഷി ആയിരിക്കാനിടയില്ല. അത് രാവണൻ്റെ സഭയിൽ പോലും അവിടെയുള്ള ആളുകൾ പറയുന്നുണ്ട്, ഇഷ്ടമുള്ളത് പറഞ്ഞ് രാജാവിനെ കൊല്ലിക്കുന്ന ആളുകൾ എല്ലാ നാട്ടിലും കാണും എന്ന്. ഇഷ്ടമുള്ളത് പറഞ്ഞ് രാജാവിനെ മാത്രമല്ല പ്രജകളെയും കൊല്ലിക്കുന്ന ആളുകൾ എല്ലാ നാട്ടിലും കാണും. അതുകൊണ്ട് ഇഷ്ടമുള്ളതല്ല വാർത്ത എന്നർത്ഥം. അതുപോലെ പരസ്യങ്ങളുടെ കാര്യം, നാളെ ഇതിന് പരസ്യം ഉണ്ടാകുമോ, ഇത് ജീവിക്കുമോ, അപകടം വരുമോ എന്നൊക്കെയുള്ള ആശങ്കകൾ ഒരു കാര്യമില്ലാത്ത ആശങ്കകളാണ്. തീർച്ചയായും ഉണ്ടാവും. നല്ല കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന ആളുകൾ പത്രസ്ഥാപനങ്ങളിൽ എന്നല്ല, മീഡിയ സ്ഥാപനങ്ങളിൽ എന്നല്ല, വ്യവസായികൾക്കിടയിൽ എന്നല്ല, മനുഷ്യർക്കിടയിൽ എല്ലാം ഉണ്ട് എന്നുള്ള കാര്യം നേരാണ്. അവരെ കൊണ്ട് ചീത്തയായി പറയിപ്പിക്കുന്നതും ചെയ്യിക്കുന്നതും ചീത്ത ധാരണകളും ചീത്ത അഭിരുചികളുമാണ് എന്നുള്ളത് കൊണ്ട് അതിനെ മാറ്റുക എന്നുള്ളതാണ് ഈ ദുനിയാവ് നേരെയാക്കാനുള്ള മാർഗം എന്നുള്ളതിന് ഒരു സംശയമില്ല. ഇതിനെ എങ്ങനെ മാറ്റിയെടുക്കാമെന്ന് ചോദിച്ചാൽ പ്രസംഗിച്ചത് കൊണ്ടൊന്നും ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സാഹിത്യകാരന്മാരായ ഞങ്ങൾ പുസ്തകം എഴുതിയുകൊണ്ടും വലിയ കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു മാർഗം വ്യാപകമായി ജനശ്രദ്ധ ആകർഷിക്കുന്ന മാധ്യമങ്ങളിലൂടെ ഈ അഭിരുചി, വിശേഷം, നന്മ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. അത് ഒരു അനുഭവമായിട്ട് മാറുന്ന ഒരു പ്രചാരണം ആയിരിക്കണം. അത് ചെയ്യാൻ കഴിയും എന്ന് മാധ്യമം ഇത്രയും കഴിഞ്ഞ കൊല്ലങ്ങളായിട്ട് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റ് മാധ്യമങ്ങളിൽ കാണാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ മാധ്യമത്തിൽ കാണാം. മറ്റ് മാധ്യമങ്ങളിൽ കാണുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ മാധ്യമത്തിൽ കാണില്ല. ഈ വ്യത്യാസങ്ങൾ പത്രം വായിക്കുന്ന എല്ലാവർക്കും ഇന്ന് ബോധ്യമാണ് എന്നുള്ളതുപോലെ ഈ ചാനൽ കാണുന്ന എല്ലാവർക്കും നാളെ ഇത് ബോധ്യമാവുമെന്നുള്ളത് കൊണ്ട് ഇത് ജയിക്കുമോ തോൽക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും മൂക്ക് കീഴ്പ്പെട്ടായ ആർക്കും ആവശ്യമില്ല. ഈയിടെ ഒരു സുഹൃത്ത് വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ അബദ്ധവശാൽ ഈ TV ഓണായിരിക്കുകയാണ്. അതിൽ ഒരു ചാനലിൽ നോക്കുമ്പോൾ ഈ ടോയ്ലറ്റിൻ്റെ പരസ്യമാണ്. ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം അത് മാറ്റി. അടുത്തതിലും ടോയ്ലറ്റിൻ്റെ പരസ്യമാണ്, അതും മാറ്റി. അടുത്തതിലും ടോയ്ലറ്റിൻ്റെ പരസ്യമാണ്. 59 ചാനൽ മാറ്റിയതിൽ 57ലും ടോയ്ലറ്റിൻ്റെ പരസ്യമാണ്. അപ്പോൾ അദ്ദേഹം അവസാനം ചോദിച്ചു, ഇനി ചാനലൊന്നുമില്ലേ എന്ന് ചോദിച്ചു. ഇന്നലെ ആയിരുന്നു സംഭവം. ഞാൻ പറഞ്ഞു നാളെ ഒന്നുണ്ടാവും, അതിങ്ങനെ ആവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഈ ടോയ്ലറ്റ് സംസ്കാരത്തിൽ നിന്ന് നമുക്ക് മോചനം തരുന്ന ഒരു ചാനലിന് ജന്മം കൊടുക്കാൻ മാധ്യമത്തിന് തോന്നിയത് പടച്ചാമ്പുരാൻ്റെ ഒരു ലീലാവിലാസം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതിന് ഒരുപാട് നല്ല ആയുസ്സും നന്മയും ആരോഗ്യവും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കും. നമുക്കെങ്ങനെ സാധിക്കുമെന്ന് ചോദിച്ചാൽ നമ്മളെക്കൊണ്ടാവും എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. എന്താണ് ആവുക എന്ന് ചോദിച്ചാൽ ആവണത്. ആ ആവണത് ചെയ്യാൻ നമ്മൾ തയ്യാറായാൽ ഈ വലിയ കാര്യത്തിന് ഒരു ഊന്നായിത്തീരും, ഒരു താങ്ങായിത്തീരും എന്നുള്ളത് കൊണ്ട് എല്ലാവരും ഈ ഒരു ചെറിയ കാര്യം മാത്രം ഓർമ്മിക്കണം എന്നൊരു അപേക്ഷയോടുകൂടി ദൈവത്തോട് ഒരു പ്രാർത്ഥന നടത്തിയിട്ട്, ഈശ്വര ഒരു നല്ല മാധ്യമ സംസ്കാരം കേരളത്തിന് നൽകണമേ എന്ന പ്രാർത്ഥനയോടുകൂടി എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. നമസ്കാരം.